ഒരു 12 മണി 1 മണിക്ക് എണീറ്റ് നോക്കുമ്പോൾ മുറ്റത്ത് വെള്ളത്തിന് അതുവരെ റോട്ടുമേലേനി. പിന്നെ കുറേ കഴിഞ്ഞാൽ ഞങ്ങൾ മുകളിൽ പോയി കിടന്ന് പോയി കിടന്ന് ഒരു 3 മണിയായപ്പോൾ ഒരു ഒച്ചയും വിളിയും കൂക്കും വിളിയൊക്കെ കേൾക്കുന്നുണ്ട്. ഈ വെള്ളം കയറിയാൽ അടുത്ത പ്രദേശത്തുള്ളവർക്ക് അങ്ങോട്ട് കൂക്കി വിളിക്കും, വെള്ളം കയറിയെന്നുള്ള അടയാളം. അങ്ങനെ വന്ന് നോക്കുമ്പോൾ അകത്ത് വെള്ളം കയറിയാണ്. പിന്നെ 3:30 4 മണിയായപ്പോൾ ആകൊക്കെ അരയ്ക്കും മേത വെള്ളമായി. അശോകേട്ടാ, നല്ല മഴക്കോളുണ്ടല്ലേ? നല്ല മഴക്കോളുണ്ട്. ടി വിയിലൊക്കെ ഇപ്പോൾ അടുത്ത 5 ദിവസം മഴ അല്ലേ 10 ദിവസം മഴ എന്നൊക്കെ പറയുമ്പോൾ പേടി തോന്നുമോ? ഈ ഇരവഴിഞ്ഞ് കവിഞ്ഞ് ഇങ്ങോട്ട് വരുന്നു? പേടി തോന്നായില്ല. വെള്ളം പൊങ്ങുമ്പോൾ പേടിക്കണമല്ലോ. പുഴ നിറയുമ്പോഴാണ് പേടി. അതുവരെ പേടിയൊന്നുമില്ല. അപ്പോൾ പുഴ നിറയുമ്പോൾ രാത്രിയും പകലും ഉറക്കില്ല. ഇപ്പോഴും പുഴ രാത്രിയൊക്കെ ടോർച്ചടിച്ച് പോയി വെക്കും വെള്ളം എവിടെ എത്തിയില്ല. അന്ന് ഇവിടെ വരെ വെള്ളമുണ്ട്. ഇവിടെ ഈ അകത്ത് നിന്ന് ഞങ്ങൾക്ക് ഇത്രയ്ക്ക് വെള്ളമുണ്ട്. അപ്പോൾ 4:30 5 മണിയായപ്പോൾ ഒരു തോണി കൊണ്ടുവന്ന് ഇവിടുന്ന് ആ തോണി കയറിപ്പോയത്. ചുമരൊക്കെ ഇടിഞ്ഞിട്ട് ഒക്കെ അടി ഒക്കെ പക്കരായി കിടക്കുകയാണ്. പുഴുവെന്നുള്ളൊരു പേടിയുണ്ട്. ആ ഈ റോഡിന് ഇതിലെങ്ങനെ വെള്ളം വരിക? ബാക്കിൽ കൂടി വരും. ബാക്കിൽ കൂടി വന്ന് ഇങ്ങനെ വരും. ബാക്കും കൂടെ വന്നിട്ട് അവിടെ ചാടുമ്പോൾ ആ വെള്ളം പിന്നെ ഇങ്ങോട്ട് വരും. പിന്നെ ഇങ്ങോട്ട് കയറിയ പിന്നെ പുഴ അവിടെ തിക്ക് വന്നതിന് ശേഷം പുഴ അങ്ങോട്ട് ഒഴുകി തുടങ്ങി. ഇതിലും നേരം പിന്നെ ഭയങ്കര ഒഴുക്കാണ്. അത് മറ്റേ പുഴേൻ്റെ തടസ്സം അരിക്കോടൻ പുഴയ്ക്ക് ഉരുള് പൊട്ടി മരമൊക്കെ വീണ് തടസ്സം വന്ന് ആ വെള്ളം അങ്ങോട്ട് തിക്കൽ തുടങ്ങി. പിന്നെ വെള്ളം പറമ്പിൽ ഇങ്ങോട്ട് വരും തുടങ്ങി. പണ്ടൊക്കെ ഇതുപോലെ വെള്ളം കയറും? ഇല്ലല്ല, ഇത്ര വലിയ വെള്ളം കയറിയില്ല. നമ്മളറിവിലിപ്പോൾ ഒരു 10 70 85 കൊല്ലമായി ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത്. അന്നൊന്നും വെള്ളം വന്നാൽ ആ ഇടയിൽ വരും. അന്നൊക്കെ ഇടയാണ്, റോഡില്ല, ഇടയിൽ വരെ വെള്ളം വരുള്ളൂ. അന്ന് പേടിക്കേണ്ട അത്രയോ വരുള്ളൂ എന്നുള്ളൊരു ധൈര്യമാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് ഈ വെള്ളം രണ്ടും വന്നത്. വീടിന് എന്താന്ന് പറ്റിയേ? വീടിന് അന്ന് വീടിൻ്റെ ചുമരൊക്കെ ഇടിഞ്ഞു കഴിഞ്ഞു. പരിചയം നിങ്ങോട്ടൊക്കെ വെള്ളം നിന്നിട്ട് ഒക്കെ ഒഴിഞ്ഞു. അടിയിൽ അടിത്തറ ഉണ്ടല്ലോ, അടിത്തറയ്ക്ക് ഇങ്ങനെ ഒരു കേപ്പ്. അതാ അടയാളം കാണുന്നതാ. അത്ര വരെ വെള്ളം. ഇനി കട്ടിലൊക്കെ ഞങ്ങൾ മുകളിൽ കെട്ടി തൂക്കിയത്. ഇത്രയും നാശനഷ്ടം ഉണ്ടായിട്ട് എല്ലാവരെയും അറിയിച്ച് എല്ലാവരും വന്ന് മുക്കം മുനിസിപ്പാലിറ്റിയിൽ നിന്നും മറ്റുള്ള ആൾക്കാരൊക്കെ വേണ്ടപ്പെട്ടവരൊക്കെ വന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ആൾ 2 പ്രാവശ്യം വന്ന് ഫോട്ടോ എടുത്ത് വരാം. പക്ഷേ അതിനെപ്പറ്റി ഒരു വിവരം എന്നെ കിട്ടിയില്ല. മഴ വരുന്നുണ്ട്, അകത്തേക്കിരിക്കുക. ഈ ഇടി ഇങ്ങോട്ട് വരുമ്പോഴേക്കാണ് വെള്ളം വേഗം പൊട്ടുന്ന കേട്ടാ പിന്നെ എന്തോ ഒരു ബേജാറാണ്. എത്ര ദിവസം എടുത്തു? 4 ദിവസം വെള്ളത്തിൽ തന്നെ നന്നാക്കാൻ എത്രയോ ദിവസം എടുത്തു. പിന്നെ വെള്ളം കാണുന്നത് ആ വെള്ളം കാണുന്ന ഒരുവിധം ഒഴിവാക്കി മുറ്റത്തെത്തിയതിന് ശേഷം പിന്നെ ഓരോരുത്തർ വന്നെങ്ങാൻ സഹായിക്കാൻ ഓരോരുത്തർ വരും. അങ്ങനെ അവരും കൂടും ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ 5-10 ദിവസം കഴിഞ്ഞേരെ ഒന്ന് ക്ലിയറാക്കി കിട്ടി. അന്നപ്പോഴൊക്കെ അവിടെ ആ റോട്ടുമേൽ അവിടെ വെള്ളം ഒതുങ്ങി കിട്ടി. കിണറും പോയി, കിണർ ഇടിഞ്ഞു പോയി. ഇപ്പോൾ ഒരു കുളമ്പാലുണ്ട്. ഇപ്പൊ എന്തിനു കെട്ടിയിട്ടില്ല? കെട്ടിയാൽ നിൽക്കൂല, കെട്ടാൻ പറ്റൂല. അടി വരെ ഈ പൂയ ഈ പ്രകൃതി ശോഭങ്ങൾ ആരും മുന്നേ കാണാൻ പറ്റില്ലല്ലോ. വരുമ്പം വരിക, പോകുമ്പോൾ പോവുക, അത്രേ ഉള്ളൂ. ആ കാണുന്ന മരങ്ങളൊക്കെ അതാ മുകളിലൊരു ഇല ഉണങ്ങിയതാ ആ കേപ്പ്, അവിടെ വരെ വെള്ളം പൊങ്ങും. ഇവിടെയൊക്കെ അതാ ഈ കാണുന്ന സ്ഥലത്തൊക്കെ ഇത് ഇവിടെ നിരപ്പിൽ വരും. ഇവിടെ നല്ല പൊന്തിയ സ്ഥലമാണ്. അപ്പോൾ ആ മുറ്റാണത്, ആ മുറ്റത്തിൻ്റെ നിരപ്പിൽ വരും. എല്ലാവരും അങ്ങോട്ട് പോകാൻ കൊടുക്കും. പിന്നെ അവരൊക്കെ തോണിയുള്ളതുകൊണ്ട് രക്ഷയാണ്. ഓരോ മഴക്കാലം എത്തുമ്പോഴും കഴിഞ്ഞ പ്രളയകാലത്തിൻ്റെ ഭീതിയിലാണ് ഈ കുടുംബം ഇപ്പോഴും. അന്ന് പ്രഖ്യാപിച്ച സഹായങ്ങളോ ആനുകൂല്യങ്ങളോ ഇവർക്ക് ലഭിച്ചിട്ടുമില്ല. ഇനിയൊരു പ്രകൃതി ദുരന്തം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയല്ലാതെ മറ്റൊരു വഴിയില്ലെന്നാണ് ഈ കുടുംബം പറയുന്നത്. ജോം ടി കെക്കൊപ്പം നയൻതാര, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.